മലയാള സാഹിത്യത്തിൽ പുതിയൊരു ഭാവപ്രപഞ്ചം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. തലമുറകളെ പ്രചോദിപ്പിച്ച മഹാനായ എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ അധ്യക്ഷനായ മലയാറ്റൂർ ഫൗണ്ടേഷൻ എല്ലാ വർഷവും മലയാളത്തിലെ മികച്ച എഴുത്തുകാർക്ക് മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം നൽകി ആദരിച്ചു വരികയും 3 വർഷത്തിലൊരിക്കൽ നൽകുന്ന പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരമാണ് ലോക പ്രശസ്ത സാഹിത്യകാരി ശ്രീമതി അരുന്ധതി റോയ്ക്ക് ഇന്നിവിടെ നൽകുന്നത്. മഹത്തായ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രസിഡന്റ് നമ്മുടെ സ്വന്തം ശ്രീ പെരുമ്പടവം ശ്രീധരൻ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആത്മീയ ശക്തിയും അഭിമാനവുമാണ്. പ്രായാധിഷ്ഠിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് എത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ അനുഗ്രാശിസ്സുകളോടുകൂടി മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആദ്യത്തെ സമഗ്ര സംഭാവന അവാർഡ് ചടങ്ങ് ആരംഭിക്കുകയാണ്. സ്വാഗതമേകുന്നതിലേക്കായി ശ്രീ PR ശ്രീകുമാറിനെ ക്ഷണിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ സ്മരണാർത്ഥം 2021 ജൂലൈ 17 ആരംഭിച്ചതാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ 27 വർഷം താമസിച്ചിരുന്ന ശാസ്ത്രിനഗർ ആണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ആസ്ഥാനം. അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സാഹിത്യ പ്രേമികളും ആരാധകരും ചേർന്നിട്ടാണ് ഈ സംഘം രൂപപ്പെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിരുന്ന അയൽക്കാരൻ കൂടിയായ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറായിരുന്നു ഞങ്ങളുടെ ആണ് ഇതിന് രൂപീകരണത്തിന് നേതൃത്വം വഹിച്ചത്. അദ്ദേഹമാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. മലയാറ്റൂർ സാറിനെ അറിയാം. പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ, പ്രശസ്തനായ നോവലിസ്റ്റ്, ചിത്രകാരൻ, കാർട്ടൂണിസ്റ്റ്, ചലച്ചിത്ര സംവിധായകൻ, അങ്ങനെ വിവിധ രംഗങ്ങളിൽ മികവ് പുലർത്തിയ ഒരു അസാമാന്യ വ്യക്തിത്വമായിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞങ്ങൾ ആരംഭിച്ചിട്ട് 5 വർഷമായി. 5 വർഷം ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമഗ്ര സംഭാവന പുരസ്കാരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. മറ്റ് എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ സാഹിത്യ പുരസ്കാരങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയുള്ള ഒരു പുരസ്കാരം നൽകുകയാണ്. അതിനുവേണ്ടിയുള്ള നമ്മുടെ ആദ്യത്തെ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആദ്യം ഒന്നുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ നൗഷദ് അലിയാണ്, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷൻ സമഗ്ര സംഭാവന പുരസ്കാരം സമ്മാനിക്കുന്ന വേണ്ടിയുള്ള ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനും ശ്രീമതി അരുന്ധതി റോയ്ക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതിനുമായിട്ട് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന ശ്രീ K ജയകുമാർ സാറാണ്. കവിയും ഗാനരചിതവുമായ ശ്രീ K ജയകുമാർ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹതയായിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ ശ്രീമതി അരുന്ധതി റോയിയാണ്. മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ മലയാറ്റൂരിൻ്റെ പേരിലുള്ള പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ്ക്ക് നൽകാൻ കഴിയുന്നതിൽ മലയാറ്റൂർ ഫൗണ്ടേഷന് വളരെ സന്തോഷമുണ്ട്. ശ്രീമതി അരുന്ധതി റോയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ B രാജകൃഷ്ണനെ നമ്മുടെ മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സമഗ്ര സംഭാവന പുരസ്കാര നിർണയത്തിന്റെ ജൂറി ചെയർമാനായിട്ട് ലഭിച്ചതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ വ്യാപരിച്ചിരുന്ന
മേഖലകളിൽ ഒന്നിൽ ദേശീയ തലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളിയായ ഒരു വ്യക്തിയെ കണ്ടെത്തി തരണമെന്നായിരുന്നു അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സാഹിത്യത്തിൽ അന്താരാഷ്ട്ര പ്രശസ്തയായ വ്യക്തിയെയാണ് അദ്ദേഹം കണ്ടെത്തി തന്നത്. അതിനുള്ള അകമഴിഞ്ഞ നന്ദിയോടെ ഡോക്ടർ രാജകൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിന് നമുക്ക് 2 വിശിഷ്ട അതിഥികളാണ് നമുക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന്, മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിൻ്റെ കുടുംബാംഗമായ പത്മശ്രീ ജയറാം. തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമാണ് മലയാളികളുടെ അഭിമാനമായ ജയറാം സാർ. അദ്ദേഹത്തിൻ്റെ വലിയച്ഛനാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സാർ. വലിയ തിരക്കിനിടയിലും മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ അംഗമായി ഞങ്ങളോട് സഹകരിക്കുന്ന വ്യക്തിയാണ്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ സാറിനെ പോലെ ഔദ്യോഗിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ച IAS ഉദ്യോഗസ്ഥയാണ് ഇന്നത്തെ നമ്മുടെ മറ്റൊരു വിശിഷ്ടാതിഥിയായ ഡോക്ടർ ദിവ്യ SI. കേരളത്തിൻ്റെ അഭിമാനമായി തീർന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ കൂടിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ മികവ് പരിഗണിച്ച് ഈ സാമ്പത്തിക വർഷം മുതൽ സാംസ്കാരിക വകുപ്പ് മലയാറ്റൂർ ഫൗണ്ടേഷന് ഒരു ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അതിൻ്റെ പ്രത്യേകിച്ചൊരു നന്ദിയോടുകൂടി ഡോക്ടർ ദിവ്യ SI മാഡത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ സാറുമായിട്ട് 40-ലധികം വർഷം അഗാധമായ സൗഹൃദവും ബന്ധവും ഉണ്ടായിരുന്ന ചിത്രകാരനായ ശ്രീ BD ദത്തൻ സാറാണ് ഇന്ന് ശ്രീമതി അരുന്ധതി റോയിക്ക് നൽകുന്ന സമഗ്ര സംഭാവന പുരസ്കാരത്തിൻ്റെ ശില്പം രൂപകൽപ്പന ചെയ്തത്. മാത്രമല്ല ഈ സമഗ്ര സംഭാവന പുരസ്കാരത്തിൻ്റെ ജൂറി അംഗം കൂടിയായിരുന്നു അദ്ദേഹം. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഏറ്റവും ഞങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകി വരുന്ന ഒരു അംഗവും കൂടിയാണ് BD ദത്തൻ സാർ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നത്, പ്രശസ്തി പത്രം വായിക്കുന്നത് ശ്രീ C. റഹീം ആണ്. പ്രശസ്ത എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ റഹീം ഇതിൻ്റെ ഒരു ജൂറി അംഗം കൂടിയായിരുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഏറ്റവും കരുത്തനായ ഒരു ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാഹിത്യ ആസ്വാദകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ജോൺ തോമസ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ ഭരണസമിതി അംഗമാണ്. ഇന്നത്തെ അതിഥികൾക്ക് നന്ദി അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കലാസാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ് മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ PK സുരേശൻ. ഫൗണ്ടേഷന്റെ ഭരണസമിതി അംഗമായ ശ്രീ സുരേശനാണ് ഇന്ന് കോമ്പയറിംഗ് നടത്തി നമ്മളെ സഹായിക്കുന്നത്. അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ശക്തി അതിൻ്റെ 80ഓളം വരുന്ന അംഗങ്ങളാണ്. അവരെല്ലാം ഏകദേശം തിരുവനന്തപുരം ജില്ലയിലുള്ളവരെല്ലാം എത്തിയിട്ടുണ്ട്. അവരെയും ഇന്നിവിടെ വന്നെത്തിയിരിക്കുന്ന സഹൃദരായ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പെരുമ്പടവം ശ്രീധരന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റായ ശ്രീ നൗഷദ് M. അലി തന്നെയാണ് ചുമതലകൾ ഏറ്റെടുത്ത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നത്. അധ്യക്ഷ പ്രസംഗത്തിലേക്കായി ശ്രീ നൗഷദ് M. അലിയെ ക്ഷണിക്കുന്നു. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം ശ്രീമതി അരുന്ധതി റോയിക്ക് നൽകുന്നതിലൂടെ മലയാറ്റൂർ ഫൗണ്ടേഷനും മലയാളവും ആദരിക്കപ്പെടുകയാണ്. എഴുത്തിൽ ഹൃദയം നിറച്ച എഴുത്തുകാരി ശ്രീമതി അരുന്ധതി റോയ്. സത്യസന്ധതയുടെ ഈ എഴുത്തുകാരി പറയേണ്ടത് പറയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും എഴുതേണ്ടത് എഴുതുകയും ചെയ്യും.
പാർട്ടിക്കൂറുകൾ വിട്ട്, ജാതിക്കൂറുകൾ വിട്ട് നീതിപക്ഷത്ത് നിന്നുകൊണ്ട് ലോകത്തെ നോക്കിക്കാണുന്ന വ്യക്തിത്വം. തനിക്കെതിരെ ശക്തമായ തിരയടിക്കുമ്പോൾ തന്നെ തോണി ഇറക്കുന്ന പ്രകൃതക്കാരി. അരുന്ധതിയുടെ കഥ അരുന്ധതിയുടെ മാത്രം കഥയല്ല. ഒന്ന് ചിലയ്ക്കാനുള്ള ശബ്ദം പോലും നിലച്ചുപോയ ആൾക്കാരുടെ ജനത്തിന്റെ ശബ്ദമാണ്. ജനങ്ങളെ അനുസരണശീലരാക്കുന്ന രീതിയെ എതിർത്തും അറിയാനും ചോദിക്കാനുമുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന സ്ഥിതിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അവർ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അരുന്ധതി റോയി ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതിലൂടെയാണ് അവർ ജനഹൃദയങ്ങളിലേക്ക് കയറിയത്. അതിലവർക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മാൻ ബുക്കർ പ്രൈസും സമ്മാനത്തിന് അർഹയായി. പിന്നീട് ഇപ്പോൾ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓരോ ചുവടും ജനഹൃദയങ്ങളിലേക്കാണ് അവർ. ഹ്യൂമനിസം, ജനങ്ങളോട് ചേർന്ന് നിന്നുള്ള എഴുത്ത്, ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള എഴുത്ത്, ഈ രീതി അവർ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ ആദ്യ സമഗ്ര സംഭാവന അവാർഡ് മാഡം അരുന്ധതി റോയ്ക്ക് നൽകുന്നതിലേക്കായി നമ്മുടെ മുഖ്യാതിഥി ശ്രീ ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. കേരള സർക്കാരിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി, കവി, ഗാനരചയിതാവ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ്, നിരവധി ഗ്രന്ഥങ്ങൾ, അറിയപ്പെടുന്ന സാഹിത്യകാരൻ, മലയാളം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലർ, ഇപ്പോൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, പിന്നെ നമ്മുടെ മുഖ്യാതിഥിയുമായ ശ്രീ കെ ജയകുമാർ സാറിനെ ഉദ്ഘാടന പ്രഖ്യാപനത്തിനും ഉദ്ഘാടന പ്രസംഗത്തിലേക്കുമായി പോഡിയത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ മുഖ്യ താരം പ്രിയപ്പെട്ട എഴുത്തുകാരി അരുന്ധതി റോയ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളാരെ പ്രസംഗിച്ച് നിങ്ങളുടെ സമയം അപഹരിക്കുന്നത് അന്യായമാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് അരുന്ധതിക്ക് സംസാരിക്കാനുള്ളത് കേൾക്കാനാണല്ലോ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ ആഴ്ചതോറും എല്ലാ ഹാളിലും സംസാരിക്കുന്നവരാണ്. പിന്നെ സംസാരിച്ചു കൊള്ളാം. അരുന്ധതി റോയെ പറ്റി ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊണ്ടിട്ട് യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അരുന്ധതിക്ക് ഈ അവാർഡ് നൽകിയിരിക്കുന്നു. നിങ്ങളെല്ലാം സാക്ഷിയായി. മലയാറ്റൂർ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഈ ഒരു ഉദ്യമം അങ്ങേയറ്റം പ്രസക്തമായ ഒന്നാണ്. ഒരു കാര്യം മലയാറ്റൂർ രാമകൃഷ്ണനെ പറ്റി കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അരുന്ധതി റോയുടെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നുപോകും എന്നുള്ളത് കൊണ്ട് മലയാറ്റൂരിനെ മറക്കാൻ പാടില്ല. മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിതം കൊണ്ട് അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു, അതൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൈമറി ഐഡന്റിറ്റി എഴുത്തുകാരനായിരുന്നു, കലാകാരനായിരുന്നു എന്ന് എന്നും തിരിച്ചറിഞ്ഞ ഒരാളാണ് മലയാറ്റൂർ. സിവിൽ സർവീസൊക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻസിഡന്റലായി വന്ന് ഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് റിട്ടയർമെന്റിന് മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോവുകയും ചെയ്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇവിടെ ഞാൻ റിസൈൻ ചെയ്യാം. നിങ്ങൾ എന്തിനാണ് സാർ, എനിക്ക് 4 വർഷം ഉണ്ടല്ലോ. എനിക്കത് വേണ്ട, എൻ്റെ പ്രൈമറി ഐഡന്റിറ്റി എഴുത്തുകാരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളിതൊരു ക്വിൻറ്റസെൻഷ്യൽ എഴുത്തുകാരി അവിടെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അത് മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിലാണ് എന്നുള്ളത് അങ്ങേയറ്റം പ്രസക്തമായിട്ടുള്ളൊരു സംഗതി. വ്യക്തിപരമായി മലയാറ്റൂരിനോട് വളരെയേറെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ ചടങ്ങിന് വലിയ വൈകാരിക പ്രാധാന്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് സർവീസിലിരിക്കെ നിനക്ക് എഴുത്തുകാരനാകണമെങ്കിൽ എന്തെല്ലാം ത്യാഗങ്ങളാണ് സഹിക്കേണ്ടത് എന്ന് പറഞ്ഞും പറയാതെയും എന്നെ പഠിപ്പിച്ച എൻ്റെ ഒരു പരോക്ഷ ഗുരുനാഥനാണ്, പ്രത്യക്ഷ ഗുരുനാഥനല്ല, പരോക്ഷ ഗുരുനാഥനാണ് മലയാറ്റൂർ എന്നുകൂടി പറഞ്ഞുകൊണ്ടിട്ട്. നമ്മളിന്നിവിടെ ആദരിച്ച ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവനുള്ള എഴുത്തുകാര് അങ്ങേയറ്റം അഭിമാനത്തോടെ, കൗതുകത്തോടെ നോക്കുന്ന ഒരു എഴുത്തുകാരിയാണ് അരുന്ധതി റോയ്. അരുന്ധതി റോയെ പോലെ വേറൊരു എഴുത്തുകാരിയില്ല. അങ്ങനെയാണല്ലോ വലിയ എഴുത്തുകാര്, ദേ ആർ ഓൾ യുണീക്ക്, യു കനോട്ട് റെപ്ലിക്കേറ്റ്. പക്ഷേ വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് അരുന്ധതി ആസ് എ റൈറ്റർ, നമ്മൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് തുടങ്ങി അവരെഴുതിയിട്ടുള്ള എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ മദർ മേരി നമ്മൾ വായിച്ചു. എനിക്ക് രാജകൃഷ്ണനെ പറ്റി വിശദമായിട്ട് അദ്ദേഹം പണ്ഡിതോചിതമായിട്ട് അതിനെപ്പറ്റി അപഗ്രഥിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനതിലേക്ക് കിടക്കുന്നത്. പക്ഷേ ആസ് എ റീഡർ, ഒരു വായനക്കാരൻ എന്നുള്ളതിലേക്ക് അരുന്ധതി മാജിക് എന്താണ് എന്ന്
ഞാനിങ്ങനെ അപഗ്രഥിക്കുക. വാട്ട് ഈസ് സോ മാജിക്കൽ അബൌട്ട് വാട്ട് ഷീ റൈറ്റ്സ്? ഒന്ന്, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ ടു സേ വാട്ട് ഷീ വിൽ റൈറ്റ്. ഒരു സെന്റൻസ് എങ്ങനെ എഴുതുമെന്നോ അത് എന്ത് വാക്ക് ഉപയോഗിക്കുമെന്നോ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, അരുന്ധതിക്ക് നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, സെയിം ഇംഗ്ലീഷ് ലാംഗ്വേജ്. ബട്ട് ഷീ വിൽ യൂസ് ദ ലാംഗ്വേജ് ഇൻ ഹെർ ഓൺ ഫാഷൻ. സ്വന്തം വരുതിക്ക് അനുസരിച്ച് മാത്രമേ ഭാഷ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഭാഷയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഭാഷയിൽ എടുക്കുന്ന സ്വാതന്ത്ര്യം വിതൗട്ട് ബീങ് ഔട്ട്റേജസ് ആയിട്ടുള്ള സ്വാതന്ത്ര്യമല്ല. ഭാഷയുടെ ചില വ്യാകരണമൊക്കെ അനുസരിക്കും, പക്ഷെ എന്നാലും ചില അതിർത്തി ലംഘനങ്ങളുണ്ട്. ആൻഡ് ഷീ ഹാസ് ദാറ്റ് മാജിക്. അത് കൃത്യമായിട്ട് അറിയാം എത്രത്തോളം ലംഘിക്കണം, എത്രത്തോളം ലംഘിക്കരുത്. മറ്റൊന്ന്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഈ കൊച്ചു ശരീരത്തിനുള്ളിൽ അരുന്ധതിയുടെ ചൈതന്യം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരിയുടെ സ്വാതന്ത്ര്യമാണ്. ദാറ്റ് ഈസ് ഹെർ വെരി ബീയിങ്. സ്വാതന്ത്ര്യമാണ്. ഇഫ് വൺ വേർഡ് കുഡ് ക്രിസ്റ്റലൈസ് വാട്ട് അരുന്ധതി റോയ് ഈസ് അബൌട്ട്, ഇറ്റ് ഈസ് ഫ്രീഡം. ഫ്രീഡം. ഇവിടെയെല്ലാം ഫ്രീഡം. അത് അമ്മ ആ ഫ്രീഡം അപഹരിച്ചാലും ശരി, സ്ഥാപനം അപഹരിച്ചാലും ശരി, ഭരണകൂടങ്ങൾ ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം അപഹരിച്ചാലും ശരി, ഐ ഹാവ് ടു റിബൽ. അതിനെ ചോദ്യം ചെയ്ത് അടങ്ങും. സ്വാതന്ത്ര്യം തേടിയുള്ള ഒരു വലിയ യാത്രയാണ് അരുന്ധതി റോയുടെ ജീവിതമെന്ന് ഈ പുതിയ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാവും. ഷീ ഈസ് ഇൻ സെർച്ച് ഓഫ് ഫ്രീഡം ബിക്കോസ് ഹെർ വെരി ബീയിങ് ഈസ് ഫ്രീഡം എംബോഡിഡ് ആണ് എന്നിരിക്കുന്നത്. ആ ഭാഷയിൽ സ്വാതന്ത്ര്യമുണ്ട്, ഭാവനയിൽ സ്വാതന്ത്ര്യമുണ്ട്, എഴുതാനും എഴുതാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇങ്ങനെ വളരെ പ്രശസ്തമായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പത്രലേഖകരൊക്കെ ചോദിക്കുമല്ലോ, when are you going to write your next novel? She gave a wonderful answer. I will write a next novel when I have something to say. I have a story to tell. എനിക്ക് മറ്റൊരു കഥ പറയാനുള്ളപ്പോൾ ഞാൻ മറ്റൊരു നോവൽ എഴുതും. അല്ലാതെ ഞാനിപ്പോൾ ബുക്കർ പ്രൈസ് വിന്നറാണ്, എനിക്ക് $10,000 $1,00,000 തരാനായിട്ട് ആൾ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അവധി എടുത്തിരുന്ന് ഇപ്പോൾ ഒരു നോവൽ ഇപ്പോൾ എഴുതി കളയാം എന്ന വിചാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുമുള്ള കരുത്ത് അരുന്ധതിക്കുണ്ട്. സെലിബ്രിറ്റിഷിപ്പ് കൊടുക്കുന്ന സകല പരാധീനതകളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഫ്രീ സ്പിരിറ്റായിട്ട്, സെലിബ്രിറ്റി ആണെങ്കിലും ഫ്രീ സ്പിരിറ്റായിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യവും അരുന്ധതി ഹാസ് റെഡി. ഗ്രേറ്റ്നസ്. സോ മൈ പ്രൊണൗൺസ് ടു യു. പ്രായം കണ്ടിട്ടാണ് ചെറുപ്പമാണ്, അതുകൊണ്ട് ഇതിൽ തന്നെ വിളിക്കാം. അതുകൊണ്ട് മൈ പ്രൊണൗൺസ് ടു യു. ആൻഡ് ലെറ്റ് ഈ എഴുത്തുകാർ ഇവിടെ എഴുതിയിരിക്കുന്നവരൊക്കെ നമ്മളെല്ലാം എഴുത്തുകാരാവാനിരിക്കുന്നവരല്ല മിക്കവാറും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ തേടി ഒരു നോബൽ പ്രൈസെങ്കിലും വരാതിരിക്കില്ല എന്നുള്ള വിചാരത്തിൽ എഴുതാനിരിക്കുന്നവരാണ് നമ്മളൊക്കെ. മനസ്സിലായില്ലേ? ആ എഴുത്തുകാരാവാനിരിക്കുന്ന നമ്മളൊക്കെ അരുന്ധതിയിൽ നിന്ന് പഠിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്. ഡു നോട്ട് ഇമിറ്റേറ്റ് എനി വൺ എൽസ്. ബി യുവർ സെൽഫ്, യു വിൽ ബി എ റൈറ്റർ. അത് മാത്രമേ എനിക്ക് അരുന്ധതിയെ മുൻനിർത്തി എഴുത്തുകാരാകാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൂ. ഡു നോട്ട് ഇമിറ്റേറ്റ് എനി വൺ. നമ്മളെപ്പോലും സ്വയം ഇമിറ്റേറ്റ് ചെയ്യരുത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ പാരമ്യതയാണ് അരുന്ധതി റോയ് എന്ന എഴുത്തുകാരിയെ വ്യത്യസ്തയാക്കുന്നത്. അവരെ ഞാൻ നമിക്കുന്നു, അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ മാനിക്കുന്നു. അരുന്ധതിക്ക് ഇനിയും ഒരുപാട് പ്രകാശപൂർണമായ യാത്രാപഥങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്തുന്നു. താങ്ക് യു സർ. പുരസ്കാര വിശദീകരണ പ്രഭാഷണത്തിലേക്കായി സുപ്രസിദ്ധ നിരൂപകനും നമ്മുടെ അവാർഡ് ജൂറി ചെയർമാനുമായ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ ക്ഷണിക്കും. With your permission, I shall speak in English. You know, to communicate better with Arundhati Roy. Is it okay? This morning, we are happy to have you notice Arundhati Roy. Actor, scriptwriter, novelist, human rights champion, peace activist, perpetual rebel and a perennial outsider. She has navigated each of these roles with great ease and spontaneity. And as all of you can see, she is all of a piece. She is all of a piece. I vividly recall my first encounter with, not with Arundhati Roy, but with her artistic persona. I was on the National Peer Award jury in the year 1989, and her film, which she scripted and gives to all, is one of the entries. All of us enjoyed the film with its playful mix of ingredients drawn from the School of Architecture where she studied. There was a certain quality of anarchic humor in that film which appealed to us, and we decided to give an award to the film and also an award to the scriptwriter
That was my first encounter with Andre Roy's artistic persona. And in those days, the award jury, that was Film Awards or Sahitya Academy Awards, comprised men of proven merit who were chosen on the basis of their CV or biodata. But those days are gone forever, and now you can see what's happening around you. Whether it is the Sahitya Academy Award or the Film Award, how people with clout influence are able to manipulate awards. But then this is Naya India, this modified India, not the India which Andy Roy and I were born into, but that's a different story. I'm not sure if this award gave her a true break. It was a low-budget film, and she continued to write scripts for such so-called art films, offbeat films. But here, her real break came with the writing of her first novel, God of Small Things, which won the Booker Prize. That turned her into a celebrity, an internationally accepted writer. The book, as you know, has sold out in tens of thousands of copies. It has emerged as a cult classic, a mini cult classic. And the novel has been dissected by critics and scholars all across the world in different ways. It has been rightly praised for the mythic imagination which is at work in the novel, and for the luminosity of her prose style, the magic, luminosity of her prose style, for the element of humor and satire in that novel, her evocation of the place called Aymanam, evocation of the Meenachal River, etc. etc. It's a multi-layered novel which has been looked upon from different angles. If you ask me, she did to Aymanam what William Faulkner did to Yogyakarta, Mississippi. In fact, the novel has its Faulknerian echoes. She placed a small village called Aymanam in the international literary map, in the map of fictional landscapes. That was the major thing she achieved, the writing of The God of Small Things. Aymanam became, as famous, as widely discussed as, let's say, Hardy's Wessex or Faulkner's Yogyakarta. It occupies a place in the international fictional landscape. I know she has always prioritized the element of caste cleavage in that novel. It's a multi-layered novel, which is notable for its acute psychological penetration, which is remarkable for her subtle play of humor and irony, and which is famous for its evocation of the place called Aymanam. With this novel, Arundhati placed herself in a particular manner in the community of world-renowned writers. Somewhere in her new book, Other Media Comes to All, Arundhati says, fame is a trap. That's a line, which has struck a chord in me. Fame is a trap. Fame could have been a trap for her, After the Booker, her photo appeared in all kinds of fancy magazines. She could have played a Cinderella kind of role, a fancy girl kind of thing. But she refused to do that. She chose to become a dissenter, a rebel in her own way. He started questioning some of her certainties. He started questioning the ways of the ruling dispensation. Hers was the voice of dissent. Hers was the voice of unsubdued rebellion, which disturbed many people, which created its own reverberation. Whether it was on the question of Kashmir's autonomy, or on the question of the treatment of Naxalites, people in the northeast and the corporate elite, Arundhati annoyed the ruling dispensation with her candid views, and that placed her in a particular oppositional paradigm
She had a brush with the highest court in the land. And there was a time when this frail woman literally took on the might of the Indian state. Might of the Indian state. But she was undeterred. There were cases against her, threat to her life, etc. etc. But Arundhati went her independent way. She had a chosen path, a chosen destiny. That was to play the role of the discerned writer, the dissenter, who asks uncomfortable questions, who makes you sleepless with the questions which are loaded with irony, sarcasm, which are aimed at the prevailing drift in the country. So Arundhati Roy found herself in the opposite camp in a country which is slowly drifting towards fascism. What she has always opposed is the toxic mix of majoritarian sentiment and hyper-nationalism. She has always been against this dangerous cocktail of hyper-nationalism and with the majoritarian sentiment. And that has put her in direct confrontation with the ruling dispensation. But Arundhati is not the one to be subdued. She has taken this great risk, and her voice is still loud and clear. She is unabashed about her opposition to what's going on in the country, the ways of the ruling dispensation. So, no amount of court case, no amount of threat from fanatical fringe groups, from supremacist organizations have been able to subdue her. She remains her true self even now. The much awaited second novel came after 20 years of the publication of The Goddess Murders. The 20 years of activism had gotten into that novel, giving it a particular tenor, a particular texture. Well, I do realize that, critical opinion was somewhat divided about the second novel. Some felt that there is an overcrowding of themes and motifs, Well, that's the way, that the novel is built. That's the tapestry of the novel. Where she looks a hard, unflinching look at the current Indian reality. The current Indian reality. Her recently published book, Mother Mary Comes to Be. That again is become international bestseller, sold out in millions of copies. Once again, she is back in the limelight. So we need writers like Arundhati Roy. People who ask uncomfortable questions. People who cannot be, easily purchased, subdued or purchased. It was Solzhenitsyn who said in one of his novels, I think it's the first circle, that for a country to have a great writer is almost like having a parallel government, almost like having another government. Solzhenitsyn was almost another government to the style of the Soviet Russia. That was when he was exiled. He led a life of a long period of exile, solitary exile. So that is the crux of the matter. For a country to have a great writer is almost like having a parallel government. This role Arundhati has performed with unflinching honesty all these years. It's no easy job to withstand so much of pressure, so much of intimidation, threat, so much of coercion from the ruling establishment, so much of hate campaign. But she has withstood all that, and she is now with us with a familiar smile. Once again, the daughter of Ivan, she has come to claim her rightful place in Kerala. Maybe this is her first real visit to the Trivandrum city. So we are in every sense, happy to have you noticed Arundhati Roy. The writer almost on par with Salman Rushdie. To the great writers, who have a bonding with him. At this moment, I miss another Malayalam writer. I wish he was there with us. I wish he was alive. That's what he did. Like Arundhati Roy,
the perennial outsider, the perpetual rebel. And the Roy somewhere in the book says that I have a way of turning every every safe place into an unsafe place. She has a way of unanchoring, it's our expression, herself from each haven that she occupies. Likewise, Vijayan was also a never-Google character, always ill at ease in whichever dispensation he was, always questioning, asking disturbing questions. In Vijayan's case, it was confrontation with the Indian outpost in Indian politics. It came to Ajay Roy's time, the battle line stage. She stands in direct opposition to the neo-fascist forces, the Sangha Parivara forces, which are taking India in a particular direction. The battle lines are altered from Vijayan's time to Ajay Roy. But there's a kind of spiritual kinship between Arundhati and Vijayan, which I can easily notice. So I genuinely miss Vijayan on this occasion. Plus one right. Again, there are some obvious parallels between Kazakh Idihasam and Goddess Mountains. The quality of the mythic imagination that work in both novels. There are some parallels. The way Arundhati and Vijayan have woven, legends and folk songs and long forgotten bits into a beautiful tapestry. Again, the element of phantasmagogria or fantasy at work in both these novels. There's more of it in Kazakh Idihasam than in Arundhati's novel, but there is more of a playful, whimsical humor in Goddess Mountains. So we are in every sense, happy to have novels, and Roy has played multiple roles in our public life over the last 20 or 30 years. We are happy that she is here to receive an award, the first ever award instituted by the Malayalam Foundation for total contribution to literature. An award that happens only once in 3 years. So the next award will be in the year 1929. So personally speaking, I am happy to have the chairperson of the jury comprising Sri Rahim, the person which presided on the award. For us, it was an easy choice. In no time, our choice fell upon Arundhati Roy. Once again, thank you Arundhati Roy for being here. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ സമഗ്ര സംഭാവന അവാർഡ് 50,000 രൂപയും അവാർഡ് ശില്പവും ഒരു പ്രശസ്തി പത്രം അടങ്ങുന്നതുമാണ്. അവാർഡിനോടൊപ്പം നൽകുന്ന പ്രശസ്തി പത്രം വായിക്കുന്നതിലേക്കായി മലയാറ്റൂർ ഫൗണ്ടേഷൻ ഭരണസമിതി അംഗവും എഴുത്തുകാരനുമായ ശ്രീ റഹീമിനെ ക്ഷണിക്കും. മലയാറ്റൂർ ഫൗണ്ടേഷൻ തിരുവനന്തപുരം പ്രശംസാപത്രം. ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഉള്ളിലേക്കും പുറത്തേക്കും നോക്കാൻ കഴിവുള്ള എഴുത്തുകാരിയാണ് ശ്രീമതി അരുന്ധതി റോയ്. താൻ ബാല്യകൗമാരം ചെലവഴിച്ച കോട്ടയം ജില്ലയിലെ അയ്മനം എന്ന ഗ്രാമത്തിലെ കൊച്ചു അനുഭവങ്ങൾ പോലും ലോക ജനതയുടെ വികാരമാക്കി മാറ്റിയ മാന്ത്രിക സിദ്ധിയുള്ള എഴുത്തുകാരി. മലയാളിയുടെ ജീവിതത്തിലേക്ക് അവരൊരു ലോകജാലകം തുറന്നു വെച്ചു. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് മുതൽ മദർ മേരി കംസ് ടു മീ വരെയുള്ള അവരുടെ കൃതികൾ സാധാരണ മനുഷ്യരുടെ അസാധാരണ ജീവിത മുഹൂർത്തങ്ങളെയാണ് വരച്ചിട്ടുള്ളത്. ധീരവും സത്യസന്ധവുമായ എഴുത്ത് ലോകത്തെമ്പാടുമുള്ള സാഹിത്യപ്രേമികളുടെ പ്രിയ എഴുത്തുകാരിയായി അവരെ മാറ്റിയിരിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ പേരിലുള്ള പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയ്ക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പുരസ്കാരദാന ചടങ്ങിലൂടെ മലയാള ഭാഷ കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. പ്രസിഡന്റ് പെരുമ്പുറം ശ്രീധരൻ, സെക്രട്ടറി PR ശ്രീകുമാർ, ജൂറി ചെയർമാൻ ഡോക്ടർ വി രാധാകൃഷ്ണൻ.
പ്രശംസി പത്രം മാഡം അരുന്ധതി റോയ്ക്ക് നൽകുന്നതിലേക്കായി നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി അവാർഡ് പുരസ്കാര ശില്പം ഡിസൈൻ ചെയ്ത് മലാറ്റൂർ ഫൗണ്ടേഷൻ അംഗം മലാറ്റൂർ രാമകൃഷ്ണന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന സുപ്രസിദ്ധ ചിത്രകാരൻ ശ്രീ BD ദത്തൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിലേക്കായി മലയാറ്റൂർ ഫൗണ്ടേഷൻ അംഗവും മലയാറ്റൂർ രാമകൃഷ്ണന്റെ പ്രിയപ്പെട്ട സഹോദരി പുത്രനും വെള്ളിത്തിരയിലെ മിന്നും താരവുമായ ശ്രീ ജയറാമിനെ, പത്മശ്രീ ശ്രീ ജയറാമിനെ ക്ഷണിക്കുന്നു. വേഗം അവസാനിപ്പിക്കാം. കാരണം ജയകുമാർ സാറിനും ഞാനിതൊക്കെ ഒരുപാട് ഒഫീഷ്യലായിട്ട് തിരക്കുള്ളവരാണ്. ഇന്നത്തെ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന അരുന്ധതി റോയ് മാം, അത് സമ്മാനിക്കാൻ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ എല്ലാമായ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ, പ്രിയമുള്ളവർ, ഇന്നത്തെ ഈ വേദിയിൽ അധികമായും അരുന്ധതി റോയ് മാമിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. അവരെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യം ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ല. എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷവും അഭിമാനവും, എന്തൊക്കെയാ പറയുക, ഒരുപാട് സന്തോഷങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്നൊരു നിമിഷമാണത്. കാരണം ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്ത് 3-4 കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. മലയാറ്റൂർ എന്നുള്ള തൂലിക നാമം ഉണ്ടെങ്കിലും പെരുമ്പാവൂരിനും മലയാറ്റൂരിൻ്റെ ഇടയ്ക്കുള്ള തോട്ടുവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ തറവാട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ്, ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് മലയാറ്റൂരെങ്കിലും തൂലിക നാമം മലയാറ്റൂരിൽ നിന്നാണ്. അതിനുശേഷമാണ് ഞങ്ങൾ തോട്ടുവിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് ചേക്കേറി വരുന്നത്. ആ കാലഘട്ടത്തെ കുട്ടിക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഓരോ പ്രാവശ്യം നാട്ടിലേക്ക് വരുമ്പോഴും പൊടിവെച്ച കാലെന്നാണ് ഞങ്ങൾ പറയുക. അതെല്ലാം സ്റ്റേറ്റ് കാറിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വരിക. ഒരു പ്രാവശ്യം വരുമ്പോൾ സബ് കളക്ടറായിരിക്കാം, ഒരു പ്രാവശ്യം വരുമ്പോൾ മറ്റേതെങ്കിലും ഗവൺമെൻറ്റിലുള്ള മറ്റൊരു വിശിഷ്ട പോസ്റ്റിലായിരിക്കാം. പിന്നൊരിക്കൽ വരുമ്പോൾ ചായവും ചെമ്പരത്തിയും ഗായത്രിയും ശരഭഞ്ജനവും ഒക്കെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു വലിയ സിനിമ റൈറ്ററായിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത്. പിന്നീട് വരുന്നത് ഒരു നിർമ്മാതാവായിട്ടായിരിക്കും. പിന്നീട് വയലാർ അവാർഡ് മേടിച്ച് അത് വേറെതായിരിക്കും. പിന്നീട് അങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മുഖങ്ങളുമായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് എത്താറ്. അന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽ എഴുതിയിട്ടുള്ളതാണ്, 3 രാമന്മാർ ഓടി വന്ന് ഗേറ്റ് തുറക്കാൻ മത്സരിക്കുമെന്ന് പറഞ്ഞത്. അതിന് 3x റം എന്നാണ് ഞങ്ങൾക്ക് പേരിട്ടിരുന്നത്. 3 രാമന്മാർ കൂടി, അതിലൊരു രാമൻ ഞാനാണ്, ജയരാമൻ എന്നാണ് എന്നെ വിളിക്കുക. പിൽക്കാലത്ത് പെരുമ്പാവൂരുള്ള എൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു വലിയ സദസ്സ് അദ്ദേഹം വരുമ്പോൾ ഉണ്ടാവാറ് പതിവാണ്. അന്ന് ഞാനൊരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്നത്തെ അവിടുത്തെ ആ സദസ്സിൻ്റെ അവസാനം ഒരു ചെറിയ കലാപരിപാടി എന്ന് പറയുന്നത് എൻ്റെ വകയാണ്. അപ്പോൾ അവസാനം ആ സദസ്സ് തീരുന്ന സമയത്ത് എന്നെ വിളിക്കും, ജയറാമ ഗോടാ കാട്ടറ എന്ന് പറയും. അപ്പോൾ അന്ന് ചെറിയ ചില മിമിക്രിയുടെ അവസാനം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പാചകത്തിന് വരുന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ വയറായിരുന്നു. അപ്പോൾ സ്വാമിയെ തോർത്തിങ്ങനെ കെട്ടിയിട്ട് ചിരിക്കും സ്വാമി ഇങ്ങനെ. അപ്പോൾ ചിരിക്കുമ്പോൾ ഈ തോർത്ത് അഴിഞ്ഞു പോവുകയും ഒരു കൗബീനം കെട്ടിയിട്ടുള്ള സ്വാമി ഓടുന്നത് പോലെ എൻ്റെ ഒരു മിമിക്രി ഉണ്ടെന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക. എല്ലാവരും ചിരിക്കും. അങ്ങനെയാണ് സദസ്സ് അവസാനിക്കുക. പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ സദസ്സ് എത്രമാത്രം വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടുള്ള സദസ്സായിരുന്നു. പിൽക്കാലത്താണ് എനിക്ക് മനസ്സിലായത്. അന്ന് ആ ചെറിയ കുട്ടിയായിരുന്നു, എനിക്കത് അറിയില്ലായിരുന്നു. ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ സർ, ശ്രീ PK വാസുദേവൻ നായർ സാർ, P ഗോവിന്ദപിള്ള സാർ, അന്ന് പെരുമ്പാവൂർ ട്രാവൻകൂർ റയോൺസിൻ്റെ തലപ്പത്തിരുന്ന ശ്രീ കണ്ണപ്പൻ അവറുകൾ, ശ്രീ ചന്ദ്രമൗലി, അങ്ങനെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരുന്ന സ്ഥലത്തായിരുന്നു ഞാൻ അന്ന് ആ കൊച്ചു മിമിക്രി കാണിച്ചിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഇന്നും എൻ്റെ മെഡ്രാസിലുള്ള വീട്ടിൽ അന്ന് ആ സദസ്സ് ഒത്തുകൂടുമ്പോൾ ഉണ്ടായിരുന്ന പഴയ കാലത്തെ കസേരകൾ ഉണ്ടായിരുന്നു. അതൊന്നുപോലും നഷ്ടപ്പെടാതെ ഇന്നും മെഡ്രാസിലെ വീട്ടിൻ്റെ വാതിൽക്കൽ ഞാൻ വെച്ചിട്ടുണ്ട്. കയറി വരുന്ന അതിലിരിക്കുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, എത്ര വലിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരുന്ന കസേരകളാണ് ഇതെന്നുള്ളത്. ഒരുപാട് ഓർമ്മകളാണ്. അതിനുശേഷം ഫസ്റ്റ് എൻ്റെ ആദ്യത്തെ സിനിമ തുടങ്ങുന്ന കാലം തൊട്ട് ഏകദേശം 6 മാസത്തോളം
ശാസ്ത്രി നഗറിലുള്ള വൈദേഹിയിലായിരുന്നു എൻ്റെ താമസം. അങ്ങനെയാണ് ദത്തൻ സാറുമായിട്ട് രാവിലെ എന്നും മലയാറ്റൂർ സാറും ദത്തൻ സാറും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് മ്യൂസിയത്തിനകത്ത് നടക്കാൻ പോകുന്ന കുറേ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം രാവിലെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്തെടുത്തത്. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ അതിനുള്ള സംസാരിക്കാനുള്ള സമയം വളരെ കൂടുതലാണ് അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിർത്തുന്നു. എന്തായാലും എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് വരെ ഒരുപാട് ഓർമ്മകൾ. അതായത് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു മോഹം വന്നിട്ട് അദ്ദേഹം ഒടുക്കം തുടക്കം എന്നുള്ളൊരു സിനിമയുടെ ചിത്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പെരുമ്പാവൂർ വന്നിട്ടാണ് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത്, മൂന്നാറിലേക്ക്. അങ്ങനെ അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ, വല്യച്ഛനോട് ചോദിക്കാതെ ഞാൻ നേരെ സെറ്റിലേക്ക് ചെന്നു. ഒരു ബാഗും തൂക്കി സിനിമയിൽ അഭിനയിക്കാൻ വിചാരിച്ചു. അവിടെ ചെന്ന് അന്ന് തന്നെ ചോദിച്ചു, എന്നടാ എங்கே ചോദിച്ചു. ഇല്ലേ, സിനിമയിൽ നടിക്കത്തില്ല. പഠിത്തം എവിടെ വരെ അയച്ചത്? പ്രീ ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി മുടിക്കാൻ വേണ്ടി സിനിമ ബോർഡറാ വീട്ടിൽ പറഞ്ഞു. അവിടെ നിന്ന് ഓടി നേരെ പെരുമ്പാവൂർക്ക് വന്നു. അങ്ങനെ അദ്ദേഹം പോകുന്നതിനും എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ ഞാൻ കയ്യിൽ കൊടുത്തിട്ട് വന്നു. പിന്നീട് അതിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. പിൽക്കാലത്ത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തുഞ്ചൻ പറമ്പിൽ ഒരു വലിയ ചടങ്ങിൽ 5-6 വർഷങ്ങൾക്ക് മുമ്പ് MT സാർ സ്റ്റേജിൽ ഇതേപോലെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് ഒരു വലിയ സമ്മാനം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ വല്യച്ഛൻ്റെ കയ്യിൽ കൊടുത്ത, മലയാറ്റൂർ സാറിൻ്റെ കയ്യിൽ കൊടുത്ത ആ ഫോട്ടോ എനിക്ക് തിരിച്ചു തന്നു. പ്രിയപ്പെട്ട MTക്ക് എൻ്റെ അനന്തരവനാണ്, എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്ത് സഹായിച്ചാൽ സന്തോഷം എന്ന് മലയാറ്റൂർ എന്നെഴുതിയ ഫോട്ടോ വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് MT സാർ എന്നോട് സോറി പറഞ്ഞു. കാരണം ഒരു ബുക്കിനകത്തായിരുന്നു ഇത്രയും വർഷം ഇതുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ കണ്ടത്. ഒരുപക്ഷെ നേരത്തെ തുറന്നു നോക്കിയിരുന്നെങ്കിൽ ജയറാമിന് ഞാനൊരു ചാൻസ് തന്നേനെ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒരുപാട് ഓർമ്മകളാണ്. അതേപോലെ എൻ്റെ ആദ്യത്തെ സിനിമ പത്മനാഭൻ സാറിൻ്റെ മകൻ എന്നെ വീഡിയോ കാസറ്റിലൂടെ കാണിച്ച് സാറിന് ഇഷ്ടമായി. പക്ഷേ ഇതാരാണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഇതേ മ്യൂസിയത്തിൽ നിന്ന് രാവിലെ നടക്കാനിറങ്ങിയ വല്യച്ഛനെയും പത്മനാഭൻ സാറും തമ്മിൽ കണ്ടുമുട്ടുന്നതും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു അനന്തരവനുണ്ട്, സിനിമാ മോഹമായിട്ട് ഇങ്ങനെ തെണ്ടിതിരിഞ്ഞ് നടക്കുകയാണ്, എന്തെങ്കിലും പപ്പൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണെങ്കിൽ സന്തോഷമായി എന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. ഇതാണ് പേരെന്ന് പറഞ്ഞു. അയാളെ തന്നെയാണ് ഞാനും നോക്കിയിരിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് പെരുമ്പാവൂരിലേക്ക് ആദ്യമായിട്ട് ടെലഗ്രാം വരുന്നതും ഞാൻ ഈ തിരുവനന്തപുരത്ത് എത്തുന്നതും എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നതും. ഒരുപാട് ഓർമ്മകൾ. എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. മാമിന് ലോകോത്തര നിലവാരമുള്ള ഒരുപാട് ബുക്കർ പ്രൈസ് തൊട്ട് മാമിൻ്റെ അലമാരികളിൽ എത്രയോ അവാർഡ്സ് ഉണ്ടാവും. പക്ഷേ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന അത്ര അമൂല്യമാണ് ഇത്. മെഡിക്കൽ ഡോക്ടർ, IAS ഓഫീസർ, കേരള സർക്കാരിൻ്റെ കൾച്ചറൽ അഫയേഴ്സ് ഡയറക്ടർ, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, എഴുത്തുകാരി, എഡിറ്റർ, ഇതിനെല്ലാം പുറമെ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാതിലകവുമായിരുന്ന നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ ദിവ്യ S. അയ്യർ IAS അവർകളെ പ്രഭാഷണത്തിൽ ക്ഷണിക്കുന്നു. I'm speechless for a change. Dear Arundhati, I'm sorry I'm not going to call you ma'am. I refuse to call you ma'am because I have known you since I was 15. And not just me, you have been hand-holding a generation of young women out here. Many of us who are present here, one of my classmates who studied with me in school, Parvati, is sitting there. And I'm sure, the kind of influence that you've had on us cannot be contained in words. And for me, as I said, you have been hand-holding us for so many years now, and for me to actually come and hold your hands today was nothing short of surreal, a moment. I think that's the first thing that I did when I saw you. Because I just wanted to tell myself that I'm actually meeting you in person. And this is not just a fangirl moment, so to say, it's much beyond that. Because I remember when I was awarded the state rank in SSLC, in the 10th standard exams here. This was in year 2000. So one of the best and the finest gifts that I got was the God of Small Things. I say the best because that had the most lasting impact on me. And when you read something when you're 15,
And when you read something when you're 17, when you read something when you're 19, it really hits you hard. And it doesn't fade away. You taught us that to react is one of the most fundamental rights of existence for a woman. I remember in my childhood having to endure an inappropriate touch from a man who was very well respected, whom I had looked up to as a child. And I shied away from reacting at that point of time. And even when I came and told people that something like this happened, we didn't really know what to do apart from making sure that, we insulate ourselves from such exposures. But later on I realized that was not reacting to that situation. Insulating yourself is not the same. And there's so much of personal experiences to actually, tie to your words and your posturing that you've taken in front of the world. And I wouldn't delve into each one of them, but I think that is the kind of power that you have exerted over a generation of young women. I speak especially for women because I'm sure there are many girls, young girls out there who would relate with me and would concur with me when I say this. You instilled a sense of rage within us. And that eventually turned into courage for each one of us. To be fearless, to be ourselves in a world that constantly keeps asking us to modify ourselves and to upgrade ourselves, Especially women, I think, we are often seen as, I always feel that, we are like these Windows software or these operating systems who have to kind of, constantly keep on upgrading ourselves, into version 2.2 and 3.2 and 4.2 in life with every new role that we take on, with every new responsibility that we take on. And every room that we walk into actually demands a different version of us, You need to be strong in the face of something in life, you need to be soft and feminine in the face of something in life, you need to be courageous in the face of something, you need to be mellowed down in the face of something, you need to be gregarious there, you need to be hospitable here, you need to be diplomatic there, you can't be outrageous here. There are way too many do's and don'ts that we keep dealing with in an attempt to unravel these various versions of ourselves. And I feel that in this world that is completely and totally interconnected with each other, we still feel loneliness because we don't have rooms where we can be ourselves in a fearless manner, where we shed all these versions of ourselves. And that is the person that I see in you. In front of the world, you are not a version of yourself that you're presenting to the world to appease anybody in front of you or to fit into any of the boxes that the world has created for you. You are just that unabashed person that you are and not a version of yourself. And that is what all of us ultimately want to be in our lives. And we know that we have the freedom to disagree with you. And that is what your book and your work and your life gives us. That freedom to admire you, at the same time disagree with you, at the same time agree with you, and just be that unabashed version of ourselves. So, for all of us who are present here, and especially on behalf of all the young women out here, we are proud to be that generation that has been influenced by Arundhati Roy. Thank you so much. Your presence means a lot to us. എല്ലാവർക്കും വലിയ നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. മലയാറ്റൂർ സാറുമായിട്ട് ഏകദേശം 30-38 വർഷത്തെ ബന്ധുവത് മാത്രമല്ല, നിഴല് പോലും ഞാൻ ഉണ്ടായിരുന്നു. ജ്യേഷ്ഠനാണോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണോ
അങ്ങനെയല്ല എല്ലാമായി ഒറ്റ വാക്കിൽ പറയാൻ കഴിയാത്ത ഒരു വലിയ ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ നന്മകൾക്കും എന്നെ കൈപിടിച്ചുയർത്തിയ എൻ്റെ പ്രിയപ്പെട്ട മലയാറ്റൂരാണ്. എൻ്റെ ജീവിതത്തിൽ മലയാറ്റൂരില്ലാത്ത വർഷങ്ങൾ മുഴുക്കയും അത് ശൂന്യമാണെന്ന് വിശ്വസിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അത് ശൂന്യമാണ്. അത്രമാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഫൗണ്ടേഷന് ഇത്രയും വലിയ നല്ലൊരു കാര്യം, വലിയ മഹത്തായ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുകയും ചെയ്യും. ഞാൻ 76-77 കാലഘട്ടങ്ങളിൽ ഞാൻ മ്യൂസിയത്ത് ഡെപ്യൂട്ടേഷനിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അന്ന് കോട്ടയത്ത് നിന്ന് 3-4 പ്രൗഢയായ സ്ത്രീജനങ്ങൾ വന്ന് എന്നെ അന്വേഷിച്ചു. അപ്പോൾ അതിലൊന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീമതി അരുന്ധതി റായിയുടെ അമ്മ മിസ്സിസ് റോയ് എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസമെങ്കിലും എൻ്റെ കോട്ടയത്തുള്ള സ്കൂളിൽ വരണം. അവിടെ ഒരുപാട് താല്പര്യമുള്ള അല്ലെങ്കിൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കുട്ടികളുണ്ട്. എനിക്ക് അങ്ങനെയുള്ള കുട്ടികളെല്ലാം മൊത്തം കുട്ടികളെയും ഒരു നയന സംസ്കാരം, ചിത്രകലയുടെ ഒരു പുതിയ നയന സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. അത് താങ്കളെ പോലെയുള്ളവരുടെ ഒരു സേവനം ആവശ്യമാണ്, വരണം. ഞാൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ തിങ്കളാഴ്ച ദിവസം മ്യൂസിയം അവധിയായതുകൊണ്ട് ആ ദിവസം വേണമെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചാൽ പോരാ, വരണമെന്ന് പറയുന്നു. ഞാൻ ഏകദേശം 1.5 വർഷക്കാലം ഞാൻ ആ സ്കൂളിൽ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ നിന്ന് പോയി ഇത് ചെയ്തിരുന്നു. എന്നെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, എന്നെ ബഹുമാനിച്ചിരുന്നു, എന്നെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഇത്രയും പ്രൗഢയായ, ഇത്രയും തലയെടുപ്പുള്ള ഒരു സ്ത്രീയെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെ മകളാണ് ശ്രീമതി അരുന്ധതി റോയ് എന്ന് വളരെ വൈകിയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതിൻ്റെ ദുഃഖം ഇപ്പോഴും എനിക്ക് ബാക്കി നിൽക്കുന്നു. അങ്ങനെ ഒരു വലിയ ബന്ധം അവരുടെ അമ്മയായിട്ട് എനിക്കുണ്ട്. എൻ്റെ ആ 1.5 വർഷക്കാലം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. ആ സ്കൂളിൽ നമ്മൾ 10-60 കുട്ടികളെയൊക്കെ ഒന്നിച്ചിരുത്തിയൊക്കെ ചിത്രം വരപ്പിച്ചും അതൊക്കെ വലിയ പാനലുകളാക്കി അവിടെയൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഏകദേശം ഒരു ക്രിസ്മസ് കാർഡിന് ഏകദേശം 3600 ക്രിസ്മസ് കാർഡുകൾ ഞങ്ങൾ കുട്ടികളും മിസ്സസ് റോയിയായിട്ട് നമ്മൾ ചെയ്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിച്ചിരുന്ന അതെല്ലാം ഞാൻ ഓർക്കുന്നു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷം. ഇപ്പോൾ അവർ കാണാനും അവരോട് സംസാരിക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷം. 2 ജയറാം എനിക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. കാരണം പണ്ട് മലയാറ്റൂരായിട്ടൊക്കെ ബന്ധപ്പെട്ട കാലത്തെല്ലാം അദ്ദേഹം, ഞാൻ ജയറാമിനെ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു പയ്യൻ മിടുക്കനാണ്, അവനെ എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് നല്ല 1ാം ക്ലാസ് ഇതാണ്, സിനിമയായിട്ട് അവനെ ബന്ധപ്പെടുത്തണം, അവനൊരു ഭയങ്കര മിടുക്കനായിട്ടുള്ള ആളാണെന്നൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചു. പല വീട്ടിലുള്ള പലരെയും കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ. അങ്ങനെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് പത്മനാഭൻ്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വരുന്നത്. ഏകദേശം 5-6 മാസം ഞങ്ങൾ എന്നും, അന്ന് KTDCയുടെ ചെയർമാനാണ് മലയാറ്റൂർ, അവൻ എന്നും ആ കാറിൽ എന്നും രാവിലെ ഇവിടെ വരുന്നത്. ഞാൻ വെള്ളയമ്പലത്താണ് താമസിക്കുന്നത്. വെള്ളയമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് പോയിട്ട് അന്ന് രാജേന്ദ്ര ബാബു ഡയറക്ടർ, എന്നിട്ട് മ്യൂസിയത്തിൻ്റെ ഓരോ മൃഗങ്ങളെയും കിളികളെയും കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങളിങ്ങനെ പറഞ്ഞ് കേട്ടു. 6 മാസം നമ്മൾ എല്ലാ ദിവസവും രാവിലെ സിനിമ തുടങ്ങിയതിന് ശേഷമാണ് കയറാൻ പോയത്. എന്ന് മാത്രമല്ല, ഇതെല്ലാം നടന്ന് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ രാജേന്ദ്ര ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ കയറും, അവിടുന്ന് ചായ കുടിക്കും. അപ്പം ജയറാം ഈ ചീട്ടുകളൊക്കെ കൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കും. നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, മാജിക്കാണോ എന്താണെന്നൊന്നും അറിയത്തില്ല, വളരെ നല്ല രീതിയിൽ പെരുമാറാനും എല്ലാവരെയും മനോഹരമായി കയ്യിലെടുക്കാനും ഒക്കെയുള്ള ജന്മസിദ്ധമായിട്ടുള്ള ജയറാമിൻ്റെ വാസനയെ എനിക്ക് നല്ലവണ്ണം തിരിച്ചറിയാൻ കഴിയും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഞാൻ ജയറാമിനെ കാണുന്നത്. അതുകൊണ്ട് അതിലേറെ സന്തോഷം. പിന്നെ എന്നെ ഈ ശില്പം ചെയ്തതിൻ്റെ പേരിൽ ആദരിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഇത് ജയറാം തന്നെ ആയതുകൊണ്ട് അതിലേറെ സന്തോഷം. ഇതിരിക്കുന്ന ജയകുമാർ സാറുമായിട്ടൊക്കെ എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. മലയാറ്റൂരുമായിട്ടും ഒക്കെയുള്ള കൂട്ടിപ്പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും
ഈ ഷെയിലുള്ള എല്ലാവരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടാണ്. ഇതിൻ്റെ ചെയർമാനായ ജൂറി ചെയർമാൻ രാധാകൃഷ്ണൻ, മറ്റേ ദിവ്യാസ് അവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധങ്ങൾ പുലർത്താൻ എനിക്ക് ഭയങ്കര സന്തോഷം. എന്ന് മാത്രമല്ല, ഈ ഒരു സദസ്സിനെ ഇങ്ങനെ മുമ്പ് നിന്ന് മലയാറ്റൂരിൻ്റെ പേര് പറഞ്ഞ് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിയായ സന്തോഷം. എനിക്ക് ശ്രീമതി അരുന്ധതി റോയ്ക്ക് ഈ ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്ന എൻ്റെ സന്തോഷം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നാണ്. നന്ദി, നമസ്കാരം. ഞാൻ 2 മിനിറ്റ് എടുക്കുന്നുള്ളൂ. എല്ലാവരും കാത്തിരിക്കുന്നത് റോയിയുടെ പ്രസംഗമാണ്. അപ്പോൾ ഒറ്റ വാക്കി പറയാം. ത്യാഗരാജ സ്വാമികൾ പറയുന്നത് എന്തൊരു മഹാനുഭാവരും എന്ന് പറഞ്ഞത് എല്ലാം വെളിയിലിരിക്കുന്ന എല്ലാ മഹാരഥന്മാരാണ്. അവരെല്ലാം ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അരുന്ധതി റോയിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്ക് ധാരാളം എഴുത്തുകാരുണ്ട്. ഇന്ത്യൻ എഴുത്തുകാരി എന്ന് പറയുമ്പോഴേ മലയാള ജീവിതത്തെ ഇത്ര ആഴത്തിലും സൂക്ഷ്മമായും ലോക ജനതയെ പരിചയപ്പെടുത്തിയ ഒരു എഴുത്തുകാരി നമുക്കുണ്ടെന്ന് തോന്നുന്നില്ല. നക്ഷത്ര കണ്ണുകൾ കൊണ്ട് ജനിച്ചതാണ്. അത് അങ്ങനെയുള്ള അപൂർവ ഒരു ജന്മമാണ്. ഞാനിപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് തീർച്ചയായും അരുന്ധതി റോയി തിരുവനന്തപുരത്ത് താമസിക്കണം. തിരുവനന്തപുരത്തിൻ്റെ ഒരു തലസ്ഥാന നമ്മുടെ രാജ്യത്തിന് അഭിമാനമായ ഒരു വ്യക്തിത്വമാണ്. സാധാരണ പറയാറുണ്ട്, വിവർത്തനത്തിൽ സാഹിത്യ വിമർത്തനം ചെയ്യുമ്പോൾ എന്താണോ ചോർന്നു പോകുന്നത് അതാണ് സാഹിത്യം എന്ന് പറയാറുണ്ട്. നമ്മൾ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഒരു നോവൽ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപേക്ഷിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ വളരെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളെ എടുത്ത് ഒരു അത്ഭുതകരമായ ജീവിത ചിത്രമായി വികസിപ്പിച്ച ഒരു നോവലാണ്. അത് നമ്മളുടെ ജീവിതമാണ്, മലയാളിയുടെ ജീവിതമാണ്. അത് ലോക ക്ലാസിക്കാണ്. എല്ലാ അനുഗ്രഹങ്ങളും ശ്രീമതി അരുന്ധതി റോയിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു. മലയാള ഫൗണ്ടേഷനെയും സാക്ഷാൽ നമ്മുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിനെ ഓർത്തുകൊണ്ട് നമസ്കാരം. Hello everybody. മലയാളം വായിക്കാനും എഴുതാനും അറിയാമെങ്കിലും I am going to be speaking in English because I don't want to be mocked on social media for my bad Malayalam. So, it's such a coincidence that Datta Saab and Raja Krishan Saab have some old association with me. He was telling me this morning that he was on the jury of the film festival when the first film that I wrote the screenplay for, in which Annie gives it those ones, won the best screenplay award. I was actually shocked because it was just a small fun film, and I've written about it in Mother Mary Comes to Me, because when I went up to the stage to get the award, it was the president was Venkatraman and the Secretary of Information and Broadcasting or somebody. He was very upset because I wasn't properly dressed. So he said, next year onwards we'll have a dress code. So I said, that's fine, I won't be here next year. And I went down like here to the press, and the press people, they kind of figured out that something had happened, and they thought it was an argument between me and the president. So they said, what did the president say? So I said, didn't you hear? He said, stay cool, babe. So that was the first sort of move into writing and award winning that I had. And Datta Saab was teaching in my mother's school, but I had already run away from home then for 7 years. I didn't hear or see my mother, and she didn't look for me. But still, although home was hard, every time I packed my bags, I traveled all over the world, but every time I pack my bags to Kerala, I know I'm coming home. And that's not a sentimental thing, It's not a sentimental thing that I'm going to see my mother or I'm going to see my village. It's not that. It is because it's home to me in a political way, in a literary way, in a cultural way, and it makes me proud. And I know that it's under attack.
And I don't know how long we are going to stand up, but so far we have stood up, and I hope that we will stand up always, always. It doesn't matter, the Congress and CPM can insult each other, fight each other, that's fine, that's how it is. The reason I feel proud of Kerala is every 5 years we kick out the government and get a new one. But we don't want that other one, we don't want that Delhi one. Sometimes I want to just pick up busloads of people from Kerala and take them to UP and to Bihar and to Delhi to see what has happened to our country. Speakers here spoke about the fact that we are up against a fascist state. Sadly, if you go to North India, it is not a fascist state anymore. That fascism is in the public, it's in the people, it's in the sentiment, it's in the discotheques, it's in the bars, it's in the everyday conversation, it's in every single cultural thing that is put out. Now it's in Bollywood. So we are in a very, very dangerous position, but today I'm happy to hear everyone speak about me, and I love that, but I cannot pass up this public platform to say that any day now, the US is going to attack Iran, and the world will change. All the things that we all think we know and are familiar with, all our arguments, all our histories, all our culture, everything is going to change in the next few years, because all our intelligence, all our history, all our culture, all our music, all our science, everything is now going to be owned by AI corporations. For years and years I have written not just the God of Small Things, but the greater common good, the end of imagination. I have watched what has happened to this country. Just think about it. In the 1950s, we were doing land reform. We were saying that people should not have huge amounts of land, it should be redistributed. In the late 60s, the Naxalite movement started, asking for revolution, asking for land to the tiller. That was crushed. Then came Narmada and anti-displacement movement. Only what we have, can you let us keep it? That was crushed. Then you got Narega. No land, no rights, nothing, but you can get a few hundred rupees a year, you can get. Now that is crushed. Now we are fighting for our citizenship. Now we are fighting for our rights to be on the electoral rolls. This is where we have reached. I'm happy that everyone celebrates me, but as a writer, maybe I'm successful. But in what I write, I'm a complete failure. I'm a complete failure because of what is happening in this country. Tomorrow, it won't be this country. In a few years, just 2 or 3 years from now, everything is going to change. Everything. And we have to understand what's coming our way. The entire idea of the world order, of international law, of everything, even for me as a writer, I see photographs of myself that are not me. I read articles that have been written which are not me. I see videos of myself, they are not me. It's all artificial intelligence. So, where we are in Kerala, one of the last few outposts in the world, really in the world, which understands. No, don't clap because you feel, it's not what I'm saying. I'm serious. You have to preserve what you have. You have to fight for what you have. It was very sad to see what happened in the corporation elections in Trivandrum. Very sad.
This cannot happen. This cannot happen to us. You know, this is where the fight has to start. We have the politics, we have the culture, we have the history, we have the intelligence, we have the education. Don't let it go. Don't let it go. Fight for it. Keep it. Proudly keep it. Sorry, this is a completely different acceptance speech. I'm just so worried about what is coming our way. You know, it's almost as though everything that I lived through, everything that I wrote, will belong in a few years to a past era. But we are that last generation that has the power, the education for critical thinking. Because AI is taking away critical thinking from the new generation. You see people in the US, high school teachers are resigning. They're saying our students don't know how to read anymore. They don't know how to read a paragraph and analyze it anymore. You know, in India, the universities are going down. In America, they are being finished off. You know, so how? I mean, unless we are aware of what is happening, unless we are aware of the fact that there is no longer a settled set of facts over which we argue. Even disagreement is a luxury now, because the conversations are like this. There's no meeting point. You know? So how are we going to look at this world that's coming at us? Today, Iran is surrounded with nuclear aircraft carriers, 500 fighter jets, submarines. If that war breaks out, the world is going to change. At least we must be prepared. You know, Kerala is also what it is because it's very insulated, even from what's happening in North India. I live in North India, and every day my heart breaks to see how people talk to each other, how Hindus talk to Muslims, you saw they are attacking churches. They burnt 300 churches or more last year, according to a Guardian report. You saw what happened in Manipur. It's very easy to light a fire. You know? In our state, if that fire is lit, Kerala will become Lebanon. You know? So we have to stop them lighting this fire. And I'm proud and happy to belong here. When they first said, Malayalam Foundation said they wanted to give me an award, I said, are you sure? Because I'm genetically half Malayali and I actually write in English. And they said, yes, we're very sure. And I said, well, this is Kerala's cosmopolitanism, you know. This is the beauty of our culture. And I was recently in Calcutta just a few days ago, and everyone was speaking to me in Bengali, and I was like, no, I'm a Malayali. No, I'm a Malayali. You know, although everybody there knows my father's family in Kolkata, but I am a Malayali, you know. And I so love the way we live together. And because I live in the north, I fear so much what will happen, you know. So everything I write, I mean, whether it's the God of Small Things, or whether it's the political essays, or whether it's a memoir, or whether it's a screenplay, everything for me is political, because even Mother Mary comes to me, people keep talking to me about mothers, and my mother was like this, and my father was like this. I said, no, this is not that kind of mother. This is a book about two women who lived outside in the world. This is about two women who fought public battles and private battles, but it's about the most difficult kind of love, you know. So that love includes the love for this place. I mean, recently, not so recently, but during the previous UP elections, Yogi Adityanath said
to people, अगर आप हमें वोट नहीं देंगे तो यूपी केरला जैसे बनेगा. So I said, you got a hope. You know, I said, yeah, it's a really terrible thing if UP becomes Kerala, because imagine my mother runs a school in Kerala. When she's ill, she goes to a hospital which is run by her students. Her doctor has children in her school. Isn't that a terrible thing? So they can, of course, get the sarcasm of that. But you know, what we have, we can easily lose. So please forgive me for this maybe non-literary speech, but it's coming out of a certain rising panic that any day now things are going to change with an assault on Iran, and we must be prepared. We must be prepared, you know. If we are prepared, then it makes a huge difference if we know what's coming our way. Thank you so much. കൃതജ്ഞത അർപ്പിക്കുന്നതിലേക്കായി മെനാറ്റൂർ ഫൗണ്ടേഷൻ ഭരണസമിതി അംഗം ശ്രീ ജോൺ തോമസ് സാറിനെ ക്ഷണിക്കുന്നു. വന്നു ചേർന്ന എല്ലാവരോടുമുള്ള നന്ദിയെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.